പ്രിയ ഓർത്തോസഭയിലെ വിശ്വാസികളെ, നിങ്ങളോട് എനിക്കൊരു ചോദ്യം. ഈ ദേവാലയത്തിൽ കുർബാന സമയത്താണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പാടുന്ന പാട്ടുകളും ചൊല്ലുകളും ഒക്കെ ആരുണ്ടാക്കിയതാണ്? ഇതിലിപ്പോൾ അതായത് ഓരോ പാട്ടും അത് പ്രത്യേകിച്ച് പൗരോഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാട്ടുകളാണ്. അല്ല എങ്കിൽ ഓരോ കുർബാന സമയത്തും പാട്ട് എടുത്ത് നോക്കുക. ഇത് എല്ലാം ക്രിസ്തീയ സഭയിലെ പുരോഹിതവർഗം ഈ കളങ്കപ്പെട്ട പുരോഹിതവർഗം, അതായത് വിശ്വാസികളെ വിഡ്ഢികളാക്കിയിട്ട് അവരവരെ തന്നെ ഉയർത്തി കാണിക്കാനുള്ള ഒരു വേലയിൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അല്ല ഒന്നുമല്ല. അല്ല എങ്കിൽ ഈ കുർബാന സമയത്തെ അല്ലാത്ത സമയത്തെയും ഓരോ പാട്ടുകൾ ശ്രദ്ധിക്കുക. അതെന്തുമാണ്? അതിൻ്റെ കാരണമെല്ലാം വിശ്വാസികൾ പുരോഹിതവർഗത്തെ ദൈവത്തെ പോലെ കരുതണം. ഇന്നിപ്പോൾ ഒരു ഫോട്ടോ കണ്ട് ഞാൻ ഏതോ കവറിങ്കിൽ പോയി മുത്തുന്നു ഒരു മാന്യദേഹവും ഭാര്യയും ഒക്കെ ആയിട്ട്. ബഹനാനച്ചൻ അവിടെ നിൽക്കുന്നു. ബഹനാനച്ചൻ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു അച്ഛനാണ്. നല്ല ശബ്ദമാധുര്യം, ചൊല്ലുകളെല്ലാം വളരെ നീതിപൂർവവും നല്ലവനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ബഹനാനച്ചൻ. അച്ഛൻ്റെ പാട്ടുകൾ വളരെ ഇമ്പമുള്ളതാണ്. അത് ഇന്ന് അച്ഛൻ പാടിയ പാട്ട് പാടണമെന്നുണ്ട്. അത് എഴുതിയെടുത്തില്ല. എനിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിലും അതിപ്പം ഞാൻ പാടുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് എവിടെ നോക്കിയാലും ഓരോ സമയത്തും ഓരോ ബുക്കുകൾ അച്ചടിച്ചിറക്കുക. എന്തിന്? ഞാൻ പറഞ്ഞില്ല, പുത്തക്കായപ്പള്ളിയിൽ പണ്ട് മദ്ബഹായിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന് പ്രാർത്ഥിക്കുന്ന പുസ്തകം പ്രത്യേകമുണ്ട്. ബർത്ത്ഡേ ആഘോഷിക്കുന്ന പുസ്തകമുണ്ട്. ഞാൻ ചോദിക്കുന്ന ഇത് മദ്ബഹായിലാണോ ആഘോഷിക്കേണ്ടത്? ഇനി ഒരു കേക്കും പിന്നെ ഈ കല്യാണ പാർട്ടി പോലെ മദ്ബഹായിൽ രണ്ട് കൂട്ടം വെച്ച ബർത്ത്ഡേ കേക്കാണെങ്കിൽ ബർത്ത്ഡേ എൻ്റെ വിവാഹ വാർഷികമാണെങ്കിൽ അവരെ വിളിച്ച് അവിടെ നിന്ന് ഒരു സെൽഫിയൊക്കെ എടുപ്പിച്ച് അതുകൂടാകാൻ നിങ്ങൾക്ക്. അതിനും പുറകോട്ട് പോകണ്ട. കാരണം ഇപ്പം മദ്ബഹായിൽ സ്ത്രീകൾക്ക് ധൂപക്കുറ്റി വീശാൻ അനുവാദമായി. ഏതോ ഒരു സഭയിൽ സ്ത്രീകളെ പുരോഹിതരാക്കുന്നു. ഇനി ഇപ്പോൾ എന്തൊക്കെ വേണമെന്നുള്ളത് ലിസ്റ്റ് ചെയ്യാൻ തരാം. കാരണം സ്ത്രീകൾ മദ്ബഹായിൽ കയറിയാൽ അവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്നുള്ളത് എനിക്കറിയാമല്ലോ. എനിക്കെന്നല്ല, ലോകർക്കറിയാം, അവർക്ക് തന്നെ അറിയാം. അവർ ഈ 4-5 ദിവസം ആവുന്ന സമയത്ത് എന്തോ ചെയ്യും? അവിടെ വേറെ ആളിനെ നിയോഗിക്കുമോ? അതോ അവർക്ക് അനുവദനീയമാണോ? ശബരിമലയിലെ പെണ്ണുങ്ങളെ കയറ്റാമെങ്കിൽ പിന്നാണോ ഇവിടെ എന്ന് മനുഷ്യർ ചോദിക്കും. ഇനിയിപ്പം സ്ത്രീകൾ ഇന്ന് കണ്ടു ഖനാനായ സഭ. അത് ഞാനൊന്ന് എടുത്തോട്ടെ. ആഗോള ഖനാനായ വനിതാ സംഗമം. ഖനാനായ വനിതാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ചിങ്ങവനം സെൻറ് ജോൺസ് പുത്തൻ പള്ളിയിൽ 39ാമത് ആഗോള ഖനാനായ വനിതാ സംഗമം വനിതാ വാരം ഈ 2025 ഡിസംബർ 5 മുതൽ നടത്തും. പന്തൽക്കാൽ നാട്ടുകാർ ചിങ്ങവനം മേഖല പ്രസിഡന്റ് ഫാദർ
ജേക്കബ് കല്ലുകുളം നിർവഹിച്ചു. കാലേതായാലും മണ്ണിലാണ് കുത്തിവെച്ചതെന്ന് എനിക്കൊരു സംശയം. അത് വേറെ വല്ലതുമായി മാറുമെന്ന് ഈ സ്ത്രീകൾക്ക്. പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. ഓട്ടോ സഭ, ഇപ്പം ഓരോ സഭകൾ ഓട്ടോ സഭ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നു. ഞാനെന്ന് പറഞ്ഞു, ചെകുത്താൻ്റെ സന്തതികളാണ് ഈ പുരോഹിതവർഗം. ഇതും ചെകുത്താൻ്റെ സന്തതികളാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്നും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു സ്ത്രീയുടെ വില എന്തുവാണ്? അവളുടെ കർമ്മം എന്താണ്? സ്ത്രീ വീടിൻ്റെ വിളക്കാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴും വീടിനകത്ത് ഇരിക്കുന്ന ഒരാൾ സ്ത്രീയാണ്. അവിടെ വെട്ടം കണ്ടാണ് മക്കൾ, അതായത് അവിടെ നിന്ന് കിട്ടുന്ന അഡ്വൈസും അവരുമായിട്ട് സംസാരിക്കുന്നു എല്ലാമാണ് ആ കുഞ്ഞുങ്ങളെ നേരെയുള്ള വഴിയിലും നന്മയിലേക്കും വളർത്തുന്നത്. ഭർത്താവാണെങ്കിൽ തന്നെയും വീട്ടിൽ വരുമ്പോൾ ഭാര്യയില്ലെങ്കിൽ അവന് മനസ്സിൽ വലിയ ചിന്താക്കുഴപ്പമുണ്ടാകും. സ്ത്രീ കുടുംബിനി വീട്ടിലുണ്ടാകേണ്ടതാണ്. ഇന്ന് ഓട്ടോ സഭയിലെ പുരോഹിതവർക്ക് അവരെ വിളിച്ചുകൊണ്ട് പോവുക. കാരണം ആത്മീയ കാര്യം അപകരിക്കാനൊക്കെ പോയേക്കൂ. ഇന്നിവിടെ ആണെങ്കിൽ നാളെ കോട്ടയത്ത്, അടുത്ത പ്രാവശ്യം ട്രിവാൻഡ്രത്ത്. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് പിന്നെ അറിയാമോ? കുമ്പസാരിക്കാൻ ചെല്ലുന്ന സ്ത്രീകളെ പേടിപ്പിക്കുന്ന ഓർസഭയിലെ പുരോഹിതവർഗം. അമേരിക്കയിൽ താൻ താമസിച്ച വീട്ടിലെ പ്രായപൂർത്തിയാകാത്ത പെൺകൊച്ചിൻ്റെ അടുത്ത് ചെന്ന മെത്രാൻ ഇങ്ങനെയുള്ള ഒരു കൂട്ടൻ്റെ കൂടെ നിങ്ങൾ അവിടെ ഇവിടെ പോയാൽ നിങ്ങൾ സുരക്ഷിതമാണോ? നിങ്ങൾക്ക് സന്തോഷമോ? ഭർത്താവ് അറിയുന്നില്ല. ഇവിടെ ഇന്ന് സത്യം എവിടെ? ഇന്ന് ഭർത്താവ് മരിച്ച് 2 മാസം കഴിഞ്ഞില്ല. ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് വലിയ പ്രാർത്ഥന ഗ്രൂപ്പും ഒക്കെ ആയിരുന്നു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ രാവിലെ വൈകിട്ടും പട്ടയം പിടിച്ചുകൊണ്ട് റോഡരികിൽ കാണും. പട്ടയം തൂറിക്കുക. അവരുടെ പുരാണത്തിൽ സ്ഥലമില്ല. റോഡരികിൽ ഡെക്കറേഷൻ ചെയ്ത് ഇറങ്ങി നിൽക്കും. ഇതാണ് ഇന്നത്തെ ലോകം. ഞാൻ കൂടുതൽ പറയുന്നില്ല. മക്കളെ, സ്ത്രീകളെ, സ്ത്രീകളെ പ്രത്യേകിച്ച് പറയാം, നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഐശ്വര്യമായി വാഴേണ്ട സ്ത്രീകൾ, നിങ്ങൾ പൊതുനിരത്തിലിറങ്ങിയാൽ ഐശ്വര്യ ഭവനത്തിൻ്റെ മാത്രമല്ല നിങ്ങളുടെ ജീവിതവും തകരാറിലാവും. ഇന്ന് നിങ്ങൾ അറിയത്തില്ലത്. നാളെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് കൂടെ വരുന്നവരാരും നാളെ കൂടെ കണ്ടെന്ന് വരത്തില്ല. അന്നും ആ വീട്ടിലുള്ളവർ മാത്രമേ കൂടെ കാണത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഏതായാലും കൊള്ളാം, നടക്കട്ടെ. ഇനിയും അന്ന് ഓട്ടോ സഭയുടെ സമ്മേളനം കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് നടന്നപ്പോൾ ഒരു സ്ത്രീ പ്രസവിച്ചു. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യമില്ല, എല്ലാ സംഗതികളും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പം അതാണ് പുരോഹിതവർഗമാണല്ലോ നയിക്കുന്നത്. അവർ നയിച്ചപ്പോൾ അവർക്ക് മധുവാരി ഞങ്ങൾക്ക് കൂട്ടുവേണം. ഞങ്ങൾക്ക് ബെഡ്റൂമിലാകാം, വിവാഹം കഴിച്ചവർക്ക് ബെഡ്റൂമിലാകാം. അല്ല, പള്ളിയിൽ വന്നാലും കുശലം പറയാൻ പെണ്ണുങ്ങളുടെ അടുത്ത് വരും. ഇനി മധുവായിൽ അവർക്ക് പ്രവേശനമില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സൗകര്യക്കുറവ്. അവർ മധുവായിക്കൂടെ വേണം, എങ്കിലും ഞങ്ങൾക്ക് കുർബാന ശരിയായിട്ട് ചൊല്ലാനൊക്കെ എത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ഇട്ടിട്ട് കുർബാന ചൊല്ലുമ്പോൾ അവരുടെ കൈമുത്തുന്നതൊക്കെ വലിയ സുഖമല്ലയോ? അതുമൊക്കെ ഇപ്പം നടക്കാൻ പോകുന്നത്. ഇനി ഇതപ്പുറത്തേത് നമ്മൾ കാണും. ഈ പുരോഹിതവർഗം, അതായത് ആത്മീയ നേതാക്കന്മാരെന്ന് പറഞ്ഞെളിഞ്ഞ് നടക്കുന്ന ക്രിസ്തുവിൻ്റെ അന്തകരായ ഇവർ
മനുഷ്യരെ നശിപ്പിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പുരോഹിതനും പാസ്റ്ററും എല്ലാം ഒരുപോലെ, എല്ലാവരും ഒരുപോലെ. ഇന്ന് കരയുന്നത് കണ്ടു ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ പള്ളികൾ പാസ്റ്റർമാരെ അടിച്ചെന്നോ ക്രിസ്ത്യൻ ദേവാലയം പൊടിച്ചെന്നോ. നീയൊക്കെ ഒന്ന് ചൊറിയാതെ അത് ചോദിച്ച് വ്രണമായി മാറത്തില്ല. വല്ലോനെ ചൊറിയും, അത് വ്രണമാകുമ്പോൾ അവൻ കയറി ഇങ്ങോട്ട് ശരിയായിട്ട് തീർക്കും. നിങ്ങളെ അവിടെ പോയി ഈ ദൈവവചനം നിങ്ങൾ അവിടെ പ്രചരിപ്പിക്കാനല്ലേ പോയത്. അത് നിങ്ങൾ ബൈഫോഴ്സ് അവരെ അങ്ങോട്ട് ചേർക്കുന്നതല്ല വേണ്ടത്. നിങ്ങൾ അവിടെ പോയി പ്രചരണം നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കൂട്ടായ്മ 8-10 പേര് അവിടെ ഉണ്ടെന്ന് ആൾക്കാരറിഞ്ഞ് ഇതെന്താണെന്ന് അറിഞ്ഞ് ആൾക്കാർ നിങ്ങളുടെ പ്രവൃത്തി അവിടെ. ഈ കൂട്ടായ്മ മാത്രം പോരാ. അവിടെ പാവം പിടിച്ച മനുഷ്യരാണ് ഛത്തീസ്ഗഡിലുള്ളത്. അവരെ മേടിച്ച് തിന്നുകൊണ്ടിരുന്നാൽ പോരാ. അവരെ സഭയിലോട്ട് ചേർത്ത് ദശാശവും മറ്റേതും പിടിച്ചു പറിച്ച് തിന്നാനാണ് നീയൊക്കെ പോയത്. അതുകൊണ്ടാണ് നിൻ്റെയൊക്കെ പോയത്. അല്ല എങ്കിൽ 8-10 പേര് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ആത്മീയ പേരെന്ന് പറഞ്ഞാൽ അതാ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലാവേണ്ടത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കണം. മറ്റുള്ളവരെ സഹായിക്കുക. അല്ലാതെ നീ ക്രിസ്ത്യാനി ആയിക്കോ, ഇങ്ങോട്ട് വന്ന് മാമോദിസ മുങ്ങിക്കോ, ദശാംശം തന്നു നീ സ്വർഗത്തിൽ പോകുമെന്ന് പറയുകയല്ല വേണ്ടത്. ഇതൊക്കെ അതാ ഛത്തീസ്ഗഡ് നടക്കുന്ന അനുഭവിച്ചോളി. പെന്തിക്കോസ്തല്ല, യാക്കോബായല്ല, ബർത്തോമല്ല, എല്ലാവരും അനുഭവിക്കും. എല്ലാവരും അനുഭവിക്കും. അതായത് കള്ള പുരോഹിത വർഗത്തിൻ്റെ പറയുന്ന വിശ്വാസികളും അനുഭവിക്കും.